മോർണിംഗ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ഇത് എൻ്റെ സമയമാണ്. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ തയ്യാറാണ്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ കേൾക്കാനും ഞാൻ പറയാനും പോകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രീസിന്റെ പടിഞ്ഞാറൻ ഭാഗത്തായി ആചാരങ്ങളാൽ സമ്പന്നമായ ഒരു കൊച്ചു രാജ്യമുണ്ടായിരുന്നു. അവിടെ ഏതൊരു സാധാരണക്കാരനും 5 വർഷത്തേക്ക് ആ രാജ്യത്തിന്റെ പരമാധികാരിയാകാം. എന്നാൽ ആ കാലയളവ് കഴിഞ്ഞാൽ ആ രാജ്യം ഭരിച്ചിരുന്ന ആ രാജാവിനെ അതിർത്തിക്കപ്പുറത്തുള്ള വിജനമായ ഭൂമിയിലേക്ക് തള്ളിവിടുകയായിരുന്നു ആ രാജ്യത്തിന്റെ ആചാരം. തിരികെ വരാൻ അനുവാദമില്ലാത്ത, ആരും അങ്ങോട്ട് പോകാത്ത, എത്തിപ്പെടാത്ത ഒരു വിജനമായ ഒരു സ്ഥലം, ഒരു ഏകാന്ത ലോകം. ഈ ഭയം കാരണം പലപ്പോഴും ആ രാജ്യത്തിന്റെ സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടന്നു. എങ്കിലും ആഡംബരത്തിന്റെ മാധുര്യവും അധികാരവും ആ ദുരന്ത ഭൂമിയിലേക്ക് പലരെയും ആകർഷിച്ചിരുന്നു. അങ്ങനെ രാജ്യം ഭരിച്ചിരുന്ന എല്ലാ രാജാക്കന്മാരും ആ ദുരന്ത ഭൂമിയിലേക്ക് അവരുടെ ആ ഒരു കാലയളവ് കഴിഞ്ഞാൽ സ്ഥലം മാറ്റപ്പെട്ടു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയിട്ടുള്ള രാജാക്കന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആർക്കും ഇതുവരെ അറിയില്ലായിരുന്നു. ആരും അങ്ങോട്ടും പോയി നോക്കാറില്ലായിരുന്നു. ഈ നിബന്ധനകളൊക്കെ ഉള്ളതുകൊണ്ട് ആരും രാജാവാകാൻ താല്പര്യം പ്രകടിപ്പിക്കാറില്ലായിരുന്നു. എങ്കിലും ചില സമയങ്ങളിൽ അധികാരവും സുഖവും മോഹിച്ച് ചിലരെങ്കിലും രാജാവാകാൻ തയ്യാറായി വന്നു. അങ്ങനെ ആ രാജ്യത്തെ ഇത്തവണത്തെ അവസാനത്തെ രാജാവും സിംഹാസനവും ചെങ്കോലും ഉപേക്ഷിച്ച് കുതിരപ്പുറത്ത് ആ വിജനമായ ഭൂമിയിലേക്ക് യാത്രയായി. അതോടെ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഭടന്മാർ രാജ്യം മുഴുവൻ വിളംബരം ചെയ്തു പുതിയ രാജാവിനായി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജ്യത്തിന്റെ അങ്ങേയറ്റത്ത് ഒരു ഗ്രാമത്തിൽ നിന്നും ഒരാൾ രാജാവാകാൻ തയ്യാറായി വന്നു. വളരെ പാവപ്പെട്ടവനും സാധാരണ മനുഷ്യനുമായ ആ വ്യക്തിയെ ആ രാജ്യത്തെ രാജാവാക്കാൻ അവിടെയുള്ളവർ നിർബന്ധിതരായി. കാരണം വേറെ ആരെയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഗ്രാമീണനെ അവിടുത്തെ അടുത്ത രാജാവായി അവർ വാഴിച്ചു. അയാൾ രാജാവായി ഭരണത്തിൽ കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അതേസമയം തന്നെ തനിക്ക് പോകേണ്ട, അതായത് 5 വർഷം കഴിഞ്ഞാൽ പോകേണ്ട ആ സ്ഥലത്തെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളും ഒപ്പം അദ്ദേഹം നടത്തി. അങ്ങനെ ആ വിജനമായ സ്ഥലത്തെക്കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ധാരണ അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആദ്യ വർഷം ആ വിജനമായ ഭൂമിയിലേക്കുള്ള, ആ വിജനമായ സ്ഥലത്തേക്കുള്ള പാത, സുഗമമായ പാത ഒരുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പ്രജകൾ ആരും അറിയാതെ തന്റെ വിശ്വസ്തരായ ഭടന്മാരെ ഉപയോഗിച്ചാണ് അദ്ദേഹം ആ പ്രവർത്തനങ്ങൾ നടത്തി പോന്നത്. ഭരണത്തിന്റെ 2ാം വർഷം ആ വിജനമായ സ്ഥലത്ത് അദ്ദേഹം ഫലവൃക്ഷാദികളും കായ്ക്കനികളും വെച്ചു പിടിപ്പിച്ചു. ഭരണത്തിന്റെ 3ാം വർഷം അദ്ദേഹം അവിടെയുള്ള ക്ഷുദ്ര ജീവികളെയും അതുപോലെ തന്നെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജന്തുക്കളെയും അവിടെ നിന്നും ആട്ടി ഓടിച്ചു. 4ാമത്തെ വർഷമായപ്പോൾ അവിടെ താമസിക്കാൻ ഉള്ള സൗകര്യങ്ങൾ അദ്ദേഹം ഒരുക്കി തുടങ്ങി. 5ാമത്തെ വർഷം ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം അവിടെ കൃഷി തുടങ്ങി. അങ്ങനെ 5 വർഷം പൂർത്തിയാക്കിയ അദ്ദേഹം, ആ രാജ്യത്തിന്റെ രാജാവ്, സാധാരണ സംഭവിക്കുന്ന പോലെ തന്നെ കുതിരപ്പുറത്ത് ഏറി ആ പ്രദേശത്തേക്ക് നീങ്ങി. സന്തോഷത്തോടെ യാത്രയാകുന്ന, കാരണം ഇത്രയും നാൾ ഭരിച്ചിട്ടുള്ള രാജാക്കന്മാർ അതീവ ദുഃഖിതരായിട്ടാണ് 5 വർഷം പൂർത്തിയാക്കിയിട്ട് അവിജനമായ സ്ഥലത്തേക്ക് യാത്ര തിരിക്കാറ്. എന്നാൽ ഇത്തവണ വളരെയധികം സന്തോഷത്തോടെ പോകുന്ന ആ രാജാവിനെ കണ്ടപ്പോൾ
അവിടുത്തെ ജനങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. ഇതാണ് ഇന്നത്തെ കഥ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്താൽ എന്ത് കാര്യവും നടപ്പിലാക്കാൻ സാധിക്കും എന്നതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് വിതച്ചതാണ് നാളെ കൊയ്യുക. അതുകൊണ്ട് തന്നെ ഭാവി മനസ്സിൽ കരുതിക്കൊണ്ട് വേണം നമ്മൾ എപ്പോഴും എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ. ഭൂതകാലത്തെ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. എന്നാൽ ഭാവിയെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ പ്രയത്നം കൊണ്ട് മാറ്റിമറിക്കാം. ആത്മവിശ്വാസം നിലനിർത്തുക. രാജാവ് തനിക്ക് വിജയിക്കുവാനുള്ള കഴിവുണ്ടെന്ന് സ്വയം വിശ്വസിച്ചു. നമ്മുടെ സ്വപ്നങ്ങൾക്കായി പ്രവർത്തിക്കുമ്പോൾ ആത്മവിശ്വാസം വേണ്ടതും അത് നിലനിർത്തേണ്ടതും അനിവാര്യമാണ്. ഓക്കെ, ഇന്നത്തെ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നാളെ പുതിയ ഒരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.